നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ 28 ശനി നക്ഷത്രമാറ്റം നടത്താൻ പോവുകയാണ്. ഇതുകൊണ്ട് 12 നക്ഷത്രക്കാർക്ക് വരുമാനം ഇരട്ടിയാകുകയാണ്. ഈ നക്ഷത്രത്തിലെത്തുന്ന ശനി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ 27 നക്ഷത്രക്കാരിലും കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും സന്തോഷകരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം സംഭവിക്കാൻ പോവുകയാണ്. ശനി തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും ചൊരിയാൻ കാരണമാകുന്നു. ശനി തന്റെ ശക്തി തെളിയിക്കുന്ന ഈ സമയം വളരെയധികം മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പലപ്പോഴും കരിയറിലെ മാറ്റങ്ങളും സാമ്പത്തിക സ്ഥിതിയിലെ നേട്ടങ്ങളും ജീവിതത്തിൽ തേടിയെത്തുകയാണ്. നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ശനിക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ശനി വളരെയധികം അനുകൂലമായി വരുന്നതെന്നും അവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന 12 നക്ഷത്രക്കാരിലെ 3 നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാര്. വൃശ്ചികം രാശിക്കാർക്ക് ഇവരുടെ നക്ഷത്ര രാശിയിലെ മാറ്റം പല വിധത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നുണ്ട്. കൂടാതെ കരിയറിൽ സ്ഥിരതയും നേട്ടങ്ങൾ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങൾ ഉയരാൻ പോകുന്നത്. പുതിയ പദ്ധതിയിലൊക്കെ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നതിന് ഒക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഗുണപരമായ നേട്ടങ്ങളാണ് തേടി വരുന്നത്. വിവാഹമൊക്കെ നടക്കാത്തവരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാവുന്നതാണ്. കൂടാതെ ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ചയില്ലാതെ മുന്നോട്ട് പോയിരുന്ന ബന്ധങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ മാത്രമേ ആ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഭവനം, വാഹനം, ലോട്ടറി ഭാഗ്യം എന്നിവയൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മളുടെ കർമ്മം ചെയ്യാതെ ഒരിക്കലും നമ്മൾക്ക് ഈ ഭാഗ്യങ്ങളൊന്നും വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. സഹജീവികളോട് കരുണയോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോകുക. കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകയിരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനം രാശിക്കാർക്കാണ്. ഈ ഉത്രട്ടാതി നക്ഷത്രത്തിലെത്തുന്ന ശനി മിഥുനൻ രാശിക്കാരിൽ ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളുമാണ് കൊണ്ടുവരാൻ പോകുന്നത്. മാത്രമല്ല മുടങ്ങിക്കിടന്ന എല്ലാ ജോലികളും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു. നിങ്ങൾ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു. സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന നേട്ടങ്ങളിലേക്ക് നിങ്ങൾ കുതിച്ചു കയറുന്നതായിട്ടാണ് കാണുന്നത്. വരുമാനം ഇരട്ടിയാകുന്നതാണ്. ഈ ശനിയുടെ മാറ്റം വിവാഹത്തിലേക്കുള്ള ഒരു തീരുമാനം എത്തുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. പ്രണയസാബല്യമൊക്കെ ഉണ്ടാവുന്നതാണ്. വളരെ നല്ല രീതിയിലുള്ള വിവാഹബന്ധമൊക്കെ വരുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം സംഭവിക്കുകയാണ്. ഉന്നത സ്കോളർഷിപ്പോടുകൂടി നിങ്ങൾക്ക് വിദേശ പഠനമൊക്കെ സാധിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. അവനവന്റെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാർക്കാണ്. ഇടവം രാശിക്കാർക്ക് പല തരത്തിലുള്ള നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ ഇടവം രാശിക്കാർക്ക് പലപ്പോഴും ശനിയുടെ മാറ്റം കാരണം കരിയറിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മികച്ച സ്ഥാനങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന കാര്യത്തിൽ സംശയം വേണ്ട. സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും എല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം തന്നെ നേട്ടത്തിലേക്ക് എത്തുന്നതാണ്. ഉയർന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇടവം രാശിക്കാർക്ക് ശനി നൽകുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ സമയത്ത് നിങ്ങൾ സമ്പാദിക്കുന്ന
സമ്പാദ്യമെല്ലാം വരും കാലങ്ങളിലേക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അടിത്തറ പാകുവാൻ ഇവിടെ സാധിക്കുന്നതാണ്. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. അവനവന്റെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുന്ന ശനി മകരം രാശിക്കാർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങളാണ് നൽകുന്നത്. ഏപ്രിൽ 28 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളുടെ അന്തസ്സും സമ്പത്തുമെല്ലാം ഒരുപോലെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബന്ധങ്ങളുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ എല്ലാം തന്നെ അംഗീകരിക്കപ്പെടുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം ശോഭനമായിട്ടുള്ള ഒരു ഭാവിയാണ് ഈ സമയത്ത് കാണുന്നത്. ജോലിയിലൊക്കെ ഇരട്ടി മാറ്റമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നുണ്ട്. വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ വളരെയധികം നല്ലൊരു സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് നിങ്ങളുടെ കർമ്മം ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ്. ഏപ്രിൽ 28 മുതൽ കർമ്മദേവനായിട്ടുള്ള ശനിയുടെ നക്ഷത്രമാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് കർക്കിടകം രാശിക്കാരെ തേടിയെത്തുന്നത്. നിങ്ങൾക്ക് ഒരു നേട്ടങ്ങളുടെ ചാകര എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾ കൈവയ്ക്കുന്ന ഏത് മേഖലയിലും വൻ വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജോലിയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ ലഭിക്കുവാനുള്ള സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വൻ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവുന്നുണ്ട്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്നതാണ്. കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ശനിയുടെ മാറ്റം കൊണ്ട് ഈ പറഞ്ഞ 12 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന വലിയൊരു മാറ്റമാണ്. ഏറ്റവും സ്ഥിരതയുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. ഇതിന്റെ നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് സ്ത്രീജനങ്ങൾക്കാണ്. സ്ത്രീകൾക്ക് തൊഴിൽപരമായിട്ട് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. ഈ സമയത്ത് എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വൻ വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ മറ്റൊരു അറിയിപ്പ്, നമ്മളുടെ പ്രാർത്ഥനയിലുള്ള പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.